MGM, voice of MGM, fuel your heart with MGM Radio. MGM റേഡിയോ ക്ലബിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ 9Cയിൽ നിന്നും ഹാജിറ തൻസിൽ. മാനസികാരോഗ്യത്തിനുള്ള മികച്ച ആപ്പുകളെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ്. തിരക്കുപിടിച്ച ജീവിത രീതിയിൽ മാനസിക സമ്മർദ്ദവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഏറെ കണ്ടുവരുന്നു. ഈ വെല്ലുവിളികളെ തരണം ചെയ്യാൻ ടെക്നോളജി ഒട്ടേറെ ടൂളുകൾ നൽകുന്നുണ്ട്. മാനസികാരോഗ്യത്തിനും സമ്മർദ്ദ നിയന്ത്രണത്തിനുമുള്ള പ്രത്യേക ആപ്പുകൾ, ധ്യാനം, മനോധൈര്യം, ഓൺലൈൻ കൗൺസിലിംഗ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയ ഈ ആപ്പുകൾ മാനസികാരോഗ്യ സംരക്ഷണത്തിന് സഹായകമാണ്. ഇവയിൽ ചില മികച്ച ആപ്പുകളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് ഹെഡ്സ്പേസ്. ധ്യാനത്തിനും മനസ്സിനെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്ന ഏറ്റവും ജനപ്രിയമായ ആപ്പുകളിൽ ഒന്നാണ് ഹെഡ്സ്പേസ്. എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്രദമായ മാർഗനിർദ്ദേശം നൽകുന്ന ധ്യാനങ്ങൾ, ഉറങ്ങാൻ സഹായിക്കുന്ന സംഗീതം തുടങ്ങിയവ ഇതിൽ ലഭ്യമാണ്. താൽപര്യപ്രകാരം തിരഞ്ഞെടുക്കാവുന്ന വിവിധ തരം മൈൻഡ്ഫുൾനെസ് സെഷനുകൾ ഹെഡ്സ്പേസ് വാഗ്ദാനം ചെയ്യുന്നു. ഭംഗിയുള്ള ഇന്റർഫേസും അനായാസം ഉപയോഗിക്കാമെന്നതും ഇതിന്റെ സവിശേഷതയാണ്. രണ്ടാമത്തേത് കാം. ആത്മസംതൃപ്തിയും മനഃശാന്തിയും നേടാൻ സഹായിക്കുന്ന മറ്റൊരു മികച്ച ആപ്പാണ് കാം. ചിട്ടപ്പെടുത്തിയ മെഡിറ്റേഷൻ, സമാധാനപരമായ സംഗീതം, ബെഡ് ടൈം സ്റ്റോറി എന്നിവയുൾപ്പെടുത്തിയിരിക്കുന്ന ഈ ആപ്പ് ശാരീരിക മാനസിക ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നു. പ്രായഭേദമന്യേ ഉപയോഗിക്കാവുന്ന കാം കുട്ടികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ സെക്ഷനും നൽകുന്നുണ്ട്. അടുത്തത് മൂഡ് ഫിറ്റ്. സ്വയം മനസ്സിലാക്കാനും മനസ്സിനെ ട്രാക്ക് ചെയ്യാനും സഹായിക്കുന്ന മികച്ച ആപ്പുകളിലൊന്നാണ് മൂഡ് ഫിറ്റ്. ദിനചര്യയുമായി ബന്ധപ്പെട്ട് വരുന്ന മൂഡ് മാറ്റങ്ങൾ, ഉറക്കം, വ്യായാമം എന്നിവ സൂക്ഷ്മമായി വിലയിരുത്താനും മനസ്സിന്റെ നിലയെ വിശകലനം ചെയ്യാനുമുള്ള ഓപ്ഷനുകൾ ഈ ആപ്പിൽ ലഭ്യമാണ്. കൂടാതെ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, അതായത് CBT ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള മികച്ച മാർഗനിർദ്ദേശങ്ങൾ മൂഡ് ഫിറ്റ് നൽകുന്നു. 4. ബെറ്റർ ഹെൽപ്പ്. മാനസികാരോഗ്യ വിദഗ്ധരുമായി നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മികച്ച ഓൺലൈൻ കൗൺസിലിംഗ് പ്ലാറ്റ്ഫോമാണ് ബെറ്റർ ഹെൽപ്പ്. സന്ദേശങ്ങളിലൂടെയും വീഡിയോ കോൾ, ഫോൺ കോൾ എന്നിവയിലൂടെയും മനഃശാസ്ത്രജ്ഞരുമായി ആശയവിനിമയം നടത്താനുള്ള സൗകര്യം ഈ ആപ്പ് നൽകുന്നു. നേരിട്ട് കൗൺസിലിംഗ് സെന്ററുകളിൽ പോകാൻ കഴിയാത്തവർക്ക് ബെറ്റർ ഹെൽപ്പ് വളരെ പ്രയോജനപ്രദമാണ്. അടുത്തത് ഇൻസൈറ്റ് ടൈമർ. വ്യത്യസ്ത മെഡിറ്റേഷൻ രീതികൾ ഉൾപ്പെട്ട വിപുലമായ സൗജന്യ മെഡിറ്റേഷൻ ലൈബ്രറിയാണ് ഇൻസൈറ്റ് ടൈമർ. ലോക പ്രശസ്ത മെഡിറ്റേഷൻ ഗുരുക്കന്മാരും സംഗീതജ്ഞരും സംഭാവന ചെയ്യുന്ന ഗൈഡഡ് മെഡിറ്റേഷൻ, ശാന്തമായ സംഗീതം, ബോധവത്കരണ ക്ലാസുകൾ എന്നിവ ഇതിൽ ലഭ്യമാണ്. കൂടാതെ ഉപയോക്താക്കളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കമ്മ്യൂണിറ്റി ഫോറങ്ങൾ ഇതിലുണ്ട്. അടുത്തത് ഹാപ്പിഫൈ. വ്യക്തിത്വ വളർച്ചയ്ക്കും മാനസിക സന്തോഷം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ആപ്പാണ് ഹാപ്പിഫൈ. ശാസ്ത്രീയ ഗെയിമുകൾ, ചോദ്യാവലി, മറ്റു പ്രവർത്തനങ്ങൾ എന്നിവ വഴി ഹാപ്പിഫൈ മനസ്സിന്റെ ഉന്മേഷം കൂട്ടാൻ സഹായിക്കുന്നു. സൈക്കോളജിക്കൽ ഗവേഷണം ആധാരമായുള്ള ഈ ആപ്പ് മാനസികാരോഗ്യ സംരക്ഷണത്തിനുള്ള ഉത്തമ ഉദാഹരണമാണ്. 7. സാൻബെല്ലോ. മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഈ ആപ്പ് CBT അഥവാ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്തതാണ്. മനുഷ്യ മനസ്സിന്റെ ചലനങ്ങൾ,
ഡോക്യുമെന്റ് ചെയ്യാനും നല്ല മനോഭാവങ്ങൾ വളർത്താനും നിരവധി ഫീച്ചറുകൾ ലഭ്യമാണ്. 8. മൈൻഡ്ഫുൾനെസ് കോച്ച്. അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത ഈ ആപ്പ് മാനസിക സമ്മർദ്ദം, ദുഃഖം, അമിത ചിന്തകൾ എന്നിവ നിയന്ത്രിക്കാനുള്ള ശാസ്ത്രീയമായ ഉപാധിയാണ്. അടുത്തത് സ്മൈലിംഗ് മൈൻഡ്. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ലക്ഷ്യമിട്ടുള്ള ഈ ആപ്പ് ധ്യാനവും മാനസിക പരിശീലനങ്ങളുമാണ് നൽകുന്നത്. സ്കൂളുകളിലും ഓഫീസുകളിലും ഇതിന്റെ പരിശീലനം നൽകാറുണ്ട്. അവസാനത്തേത് മൈ ലൈഫ് മെഡിറ്റേഷൻ. മനസ്സിന്റെ ചലനങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് മെഡിറ്റേഷൻ സെഷൻസ് തിരഞ്ഞെടുക്കാനും സഹായിക്കുന്ന ഈ ആപ്പ് വ്യക്തിപരമായ മാനസികാരോഗ്യ പരിചരണം നൽകുന്നു. മനസ്സിന്റെ ഭാവമാറ്റം സ്വയം തിരിച്ചറിഞ്ഞ് ശാന്തതയും സമാധാനവും നേടാൻ സഹായിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. മാനസികാരോഗ്യ സംരക്ഷണത്തിനുള്ള ആപ്പുകൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ളവയാണ്. സ്വന്തം മനസ്സിനിണങ്ങുന്ന ആപ്പ് തിരഞ്ഞെടുക്കുക. അതേസമയം ഇവ പ്രൊഫഷണൽ കൗൺസിലിംഗിന് പകരമാകില്ലെന്ന് ഓർമ്മിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ഹാജിറ കൻസിൽ.